കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ വരുന്ന നമ്മുടെ +2 സോഷ്യോളജിയുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം 6 പാഠങ്ങളാണ് നമുക്ക് എക്സാമിനുള്ളത്. അതിലെ ആദ്യത്തെ 3 പാഠങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്ത് പാർട്ട് 2, അതായത് ബാക്കിയുള്ള 3 പാഠങ്ങളുണ്ടല്ലോ, 4, 5, 6 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് കണ്ടിട്ട് ഇംഗ്ലീഷുകാരും പോകരുത്. കാരണം ഇതിനകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ടോപ്പിക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ വായിച്ച് പറയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിനി വരുന്നത് 4ാമത്തെ പാഠമാണ്. വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ, ദാറ്റ് ഈസ് ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ മാർക്കറ്റ് ആൻഡ് ദ എക്കോണമി എന്ന് പറയുന്ന വിപണിയും സമ്പദ് വ്യവസ്ഥയും സാമൂഹികമായ പ്രേക്ഷ്യം എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. ഇതിനകത്ത് നമുക്ക് 1 വേർഡ്സ് ആണ് ചോദിക്കുക. പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു 1 വേർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഒരു പോയിന്റ് കാണാം, എന്താണ് അദൃശ്യകരം, ഇൻവിസിബിൾ ഹാൻഡ്. ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ സ്വന്തം ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഡം സ്മിത്താണ് ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആൻഡ് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് 2 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് ഡെഫിനേഷൻ ഒന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ആഡം സ്മിത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് കൂടി പറയുന്നുണ്ട്. ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്ക് അല്ലേ. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ പേരും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ആഡം സ്മിത്താണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ 1 വേർഡിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്കിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൈസസ് ഫെയർ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ലൈസസ് ഫെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതും എന്താണെന്നുള്ളത് കൂടി പഠിക്കുക. അതിൻ്റെ അർത്ഥം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റും പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു 4ാമത്തെ പാഠത്തിനകത്ത് ആദ്യം ഈ കാണിച്ചില്ല ഈ ടോപ്പിക്ക്, ദാറ്റ് ഈസ് ഈ ഒരു മെയിൻ ടോപ്പിക് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ മാർക്കറ്റ്സ് ആൻഡ് എക്കോണമി. ഇതിനകത്ത് നിങ്ങൾ ഈ 1 വേർഡിന് കണക്കാക്കി പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യകരം, അത് ആഡം സ്മിത്ത് കൊണ്ടുവന്ന കോൺസെപ്റ്റാണ്. എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആഡം സ്മിത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കായ എ വെൽത്ത് ഓഫ് നേഷൻസ്, അതിൻ്റെ പേര് ഓർത്തിരിക്കണം. ആഡം സ്മിത്താണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലൈസസ് ഫെയർ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ പറ്റിയിട്ട് കൂടി, ആ ഒരു തിയറിനെ പറ്റിയിട്ട് കൂടി ഒന്ന് എന്താണ് ആ ഒരു തിയറി എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഓക്കെ, പിന്നെ അടുത്ത് പറയുന്നത് എ വീക്ക്ലി ട്രൈബൽ മാർക്കറ്റ് ഇൻ ദൊറൈ വില്ലേജ്, ബസ്താർ, ഛത്തീസ്ഗഡ്. ദൊറൈ ഗ്രാമത്തെ പറ്റിയിട്ടാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതിയാവും. ആക്ച്വലി മുന്നേ ഒക്കെ ഇതൊരു 8 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു എസ്സേ ചോദ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അഡീഷണൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതങ്ങനെ അത്രയും റെലവൻ്റ് ആയിട്ട് ചോദിക്കാത്തത്. പക്ഷേ നമുക്ക് ഇതിനകത്തുനിന്ന് 1 വേർഡ്സ് തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, അതായത് നമുക്ക് ചോദിക്കുന്ന ഒരു 1 വേർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ദൊറൈ വില്ലേജ് അല്ലെങ്കിൽ ദൊറൈ ഗ്രാമത്തെ പറ്റി പഠനം നടത്തിയ വ്യക്തി ആരാന്ന് ചോദിക്കാം. ഓക്കെ, അയാളുടെ പേരാണ് ആൽഫ്രഡ് ഗെൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ്രഡ് ഗെൽ എന്നാണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷിലും എഴുതുന്നത്. സോ ഒരു വ്യക്തിയുടെ പേരാണ്. അയാളൊരു നരവംശ ശാസ്ത്രജ്ഞനാണ്, ആന്ത്രോപോളജിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പേര് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, ഈ ദൊറൈ ഗ്രാമത്തെ പറ്റി പറയുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് വെച്ചിരിക്കാം. അഥവാ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണമല്ലോ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ദൊറൈ ഗ്രാമത്തെ പറ്റി പഠനം നടത്തിയത് ആരായിരുന്നു? ആൽഫ്രഡ് ഗെല്ലായിരുന്നു. അയാൾ ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്, ദറ്റ് ഈസ് ഒരു നരവംശ ശാസ്ത്രജ്ഞനാണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇത് നെക്സ്റ്റ് കാണാൻ പറ്റും കാസ്റ്റ് ബേസ്ഡ് മാർക്കറ്റ്സ് ആൻഡ് ട്രേഡിംഗ് നെറ്റ്വർക്ക്സ് ഇൻ പ്രീ കൊളോണിയൽ ആൻഡ് കൊളോണിയൽ ഇന്ത്യ. ജാതി ഇഷ്ടിത വിപണിയും വ്യാപാര ശൃംഖലയും ഇന്ത്യയിൽ അധിനിവേശത്തിന് മുമ്പും പിമ്പും എന്നുള്ളത് ഞാൻ പഠിച്ച ടൈമിലൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കായിരുന്നു. പക്ഷേ ഇതിനകത്തുനിന്ന് ഇടയ്ക്കൊക്കെ തന്നെയാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ജജ്മാനി സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ആ ഒരു കാസ്റ്റ് ബേസ്ഡ് മാർക്കറ്റിൻ്റെ കുറേ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് വെച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഒരു 3-4 മാർക്കിന് കണക്കാക്കിയായിരിക്കും വന്നു കഴിഞ്ഞാലും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതിയാവും. ഓക്കെ,
പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ചരക്കുവൽക്കരണവും ഉപഭോഗവും. ഇത് വളരെ റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട്. കമോഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഒരു 4 മാർക്കിനൊക്കെ നമുക്കൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇതെന്താണ് ഈ ഒരു കമോഡിറ്റൈസേഷൻ, എന്താണ് കൺസപ്ഷൻ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതും എക്സാമ്പിൾസ് ഉൾപ്പെടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന വേറൊരു ചോദ്യമുണ്ട്, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതാണ് സാമൂഹിക പദവി ചിഹ്നം, സ്റ്റാറ്റസ് സിമ്പൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മാക്സ് വെബർ ആയിരുന്നു ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാക്സ് വെബർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിനോ അല്ലെങ്കിൽ വൺ വേർഡിനോ ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ആ ഒരു കമോഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ, ആ ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ ഒരു കാര്യം കൂടി അതിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ്ലി പറഞ്ഞിരുന്നത്. എന്താണ് മാക്സ് വെബർ കൊണ്ടുവന്ന ഈ ഒരു സാമൂഹിക പദവി ചിഹ്നം, സ്റ്റാറ്റസ് സിമ്പൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. 2 മാർക്കിനോ 1 വേർഡിനോ ചോദിക്കുന്നൊരു കോൺസെപ്റ്റാണ്. സ്റ്റാറ്റസ് സിമ്പൽ എന്ന് വെച്ചിട്ട് എന്താണ് അയാൾ ഉദ്ദേശിച്ചത്, ഇതാരാണ് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, പിന്നെ ദേ ഇവിടെ വിർച്വൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇത് ആക്ച്വലി അഡീഷണൽ ടെക്സ്റ്റിനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ്. ഞാൻ കഴിഞ്ഞ ആ ഒരു പാർട്ട് 1 വീഡിയോയ്ക്ക് അവസാനം ഞാൻ പറയുന്നുണ്ടായിരുന്നു വിർച്വൽ മാർക്കറ്റ് പഠിക്കണമെന്നുള്ളത്. അഡീഷണൽ ടെക്സ്റ്റിലെ ഒരു പിക്ക് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെയാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എവിടെ ഇതിനകത്ത് ഇതിൻ്റെ ഡെഫിനേഷനോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിനകത്ത്. അപ്പോൾ ആ ഒരു അഡീഷണൽ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോക്കി വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വിർച്വൽ മാർക്കറ്റ് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. കറക്റ്റ് അതിൻ്റെ ഡെഫിനേഷനോ കാര്യങ്ങളോ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്ത് അഡീഷണൽ ടെക്സ്റ്റിനകത്താണ് അത് വരുന്നത്. അപ്പോൾ അത് അവിടെ നോക്കി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം ഡിബേറ്റ് ഓൺ ലിബറലൈസേഷൻ മാർക്കറ്റ് വേഴ്സസ് സ്റ്റേറ്റ്, ഉദാരവൽക്കരണത്തെക്കുറിച്ചുള്ള സംവാദം, വിപണിയും രാഷ്ട്രവും എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്ക് ബേസിക്കലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ലിബറലൈസേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഈ പറഞ്ഞ ഉദാരവൽക്കരണത്തിൻ്റെ അതിൻ്റെ നല്ല വശങ്ങളും മോശമായിട്ടുള്ള വശങ്ങളും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്നുള്ളത് ഇതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇത് ഫുള്ളി വായിച്ച് നോക്കിയാൽ മാത്രമാണ് അതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അതാണ് ഇത് മൊത്തത്തിൽ തന്നെ വായിച്ച് നോക്കണമെന്ന് പറയുന്നത് കേട്ടോ. ഇത് കൃത്യമായിട്ടൊന്ന് വായിച്ചിരിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും, ലിബറലൈസേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാൻ വേണ്ടിയിട്ട് ആ ഒരു മോഡലാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അതും ഒരു 4-5 മാർക്കിനൊക്കെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നമ്മുടെ 5ാമത്തെ പാഠമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ്. ഏതാണ്, സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ, അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനിക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. എസ്സേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിനകത്ത് ആദ്യമേ തുടങ്ങുന്നത് തന്നെ കുറേ ചെറിയ കോൺസെപ്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നാമതായിട്ട് എന്താണ് സോഷ്യൽ ഇനിക്വാളിറ്റി, എന്താണ് സാമൂഹിക അസമത്വം, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 മാർക്കിനൊക്കെ. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഇനിക്വാളിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിനകത്ത് തന്നെയാണ് വേറൊരു ചോദ്യം വരുന്നത്. അതായത് സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. നമ്മൾ +1 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എവിടെ നമുക്ക് ചോദിക്കുന്നത് എന്താണ് സാമൂഹിക ശ്രേണീകരണം എന്ന് 2 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എവിടെ വേറൊരു ചോദ്യമുണ്ട്, സാമൂഹിക ശ്രേണീകരണത്തെ വിശദീകരിക്കാൻ 3 പ്രധാന തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ എന്തെല്ലാമാണ്, ആ പ്രധാനപ്പെട്ട 3 തിയറീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ കീ പ്രിൻസിപ്പിൾസ് ദാറ്റ് എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ആ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. 3 പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. പിന്നെ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനെ തുടർന്ന് തന്നെ പ്രിജുഡൈസ് എന്താണ്, അല്ലെങ്കിൽ മുൻവിധി എന്താണെന്നുള്ളത് 2 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയിട്ട് പോവുക. സ്റ്റീരിയോ ടൈപ്പ് എന്താണ്, സ്റ്റീരിയോ ടൈപ്പ് ദറ്റ് ഈസ് നമുക്കതിൻ്റെ മലയാളത്തിൽ എന്ത് പറയാം, മുൻധാരണകളെന്നാണ് കേട്ടോ പറയുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്സും പ്രെജുഡീസും കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇത് ആക്ച്വലി എന്താ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയാൻ കാരണം എന്താണ്, സോഷ്യൽ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ടോപ്പിക്ക് കാണിച്ചില്ലേ, അതിനെ തുടർന്നാണ് പാരഗ്രാഫായിട്ടാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പഠിക്കും നമ്മൾ. പക്ഷേ എല്ലാം കൂടി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ടൈമിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തുറന്നൊന്ന് മാർക്ക് ചെയ്തൊക്കെ വെക്കുക, പിന്നെ പഠിക്കുന്ന ടൈമിൽ അത് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ.
കേട്ടോ. ആദ്യം പറഞ്ഞത് സോഷ്യൽ ഇനിക്വാളിറ്റി, പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ശ്രേണീകരണം, അതിൻ്റെ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ അല്ലെങ്കിൽ കീ പ്രിൻസിപ്പിൾസിനെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ദാ പ്രിജുഡിസ് അല്ലെങ്കിൽ മുൻവിധിനെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ദാ സ്റ്റീരിയോ ടൈപ്സ് അല്ലെങ്കിൽ മുൻ ധാരണകളെ പറ്റിയിട്ട് നോക്കുക. ഇതൊക്കെ 2 മാർക്കിനോ 4 മാർക്കിനോ 3 മാർക്കിനോ അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വിവേചനം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്താണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമാണല്ലോ, നമുക്ക് എഴുതാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഓരോ ഡെഫിനീഷൻസ് ഉണ്ട്. ഓക്കെ, ഓരോ നിർവചനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വായിക്കുന്ന ടൈമിലാണ് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. ആ ഡെഫിനീഷൻസ് കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമാണ് നമുക്ക് അവിടെ 2 മാർക്കായാലും 3 മാർക്കായാലും ടീച്ചേഴ്സ് തരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. അല്ലെങ്കിൽ ഇതൊക്കെ 1 വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സോഷ്യൽ ഇനിക്വാളിറ്റി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതിൻ്റെ 3 കീ പ്രിൻസിപ്പിൾസ്, പ്രിജുഡിസ്, സ്റ്റീരിയോ ടൈപ്സ്, ഡിസ്ക്രിമിനേഷൻ, ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അതിനോടൊപ്പം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 മാർക്കിന് പലതവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത് ആക്ച്വലി ഒത്തിരി പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും മാത്രമെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതിയാവും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അസ്പൃശ്യത, അല്ലേ, തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അൺടച്ചബിലിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിൻ്റെ ആ ഒരു എന്താണ് അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ 3 മെയിൻ ഡയമെൻഷൻസ്. ഓക്കെ, ഈ അൺടച്ചബിലിറ്റിയുടെ 3 പ്രധാനപ്പെട്ട ഡയമെൻഷൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ്ക്ലൂഷൻ ഉണ്ട്, രണ്ടാമത്തത് ഹ്യൂമിലിയേഷൻ, സബോർഡിനേഷൻ. ഞാൻ അവിടെ ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ് ഹ്യൂമിലിയേഷനും സബോർഡിനേഷനും ആണ് കേട്ടോ. മൂന്നാമത്തത് എക്സ്പ്ലോയിറ്റേഷനാണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അൺടച്ചബിലിറ്റി, അസ്പൃശ്യത, ഇതിൻ്റെ 3 ഡയമെൻഷൻസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? എക്സ്ക്ലൂഷൻ, പിന്നെ ഹ്യൂമിലിയേഷൻ, സബോർഡിനേഷൻ വരുന്നുണ്ട്, അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്. ഇത് പലതരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഗ്രാഫ് തന്നിട്ട് ഫില്ല് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിങ് ആയിട്ടോ ഫില്ല് ഇൻ ദ എന്തെങ്കിലും ഒക്കെ ആയിട്ട് 1 വേർഡ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു അൺടച്ചബിലിറ്റിന് മൊത്തത്തിൽ ഒരു ഷോർട്ടസ് ആയിട്ട് 6 മാർക്കിനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അന്നേരം നമ്മൾ ഇതൊക്കെ ഡയമെൻഷൻസ് എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് അവിടെ എഴുതേണ്ടി വരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഡയമെൻഷൻസും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ വാക്കുകൾ മറന്നു പോകരുത് കേട്ടോ. ഈ വാക്കുകൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ എഴുതി വെക്കണം, എങ്കിലാണ് മാർക്ക് കിട്ടുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നോക്കിയിട്ട് പോണേ. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു 8 മാർക്ക് ലെവൽ, അല്ലെങ്കിൽ 8 മാർക്ക് മീൻസ് എസ്സേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ 6 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് അഡ്രസ്സിംഗ് കാസ്റ്റ് ആൻഡ് ട്രൈബ് ഡിസ്ക്രിമിനേഷൻ. ജാതി ഗോത്ര വിവേചനത്തിനെതിരെ രാഷ്ട്രീയതര നടപടികൾ എന്തെല്ലാമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാം അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്സേക്ക് വരാൻ നല്ല സ്കോപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകും കേട്ടോ. ഇതിനകത്ത് പറയുന്നത് നമ്മുടെ കാസ്റ്റ്, ട്രൈബൽ ഡിസ്ക്രിമിനേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും നോൺ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ്, നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ള നടപടികൾ എന്തെല്ലാമായിരുന്നു, സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നടപടികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റേറ്റ് അല്ലാത്ത ബോഡീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ കൊണ്ടുവന്ന നടപടികൾ എന്തെല്ലാമാണ്, അതൊക്കെയാണ് പറയുന്നത്. കുറേ ആർട്ടിക്കിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്, നിയമങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് തന്നെ പോകാം. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യവും നമുക്ക് ജസ്റ്റ് സെപ്പറേറ്റ്ലി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഓർമ്മയിലിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ OBCക്കാരെ പറ്റി, അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെന്ന് പറഞ്ഞിട്ട് ആണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1 വേർഡാണ് ചോദിക്കുന്നത്. ആ 1 വേർഡ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് വായിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊന്ന് മാർക്ക് ചെയ്ത് കൂടി വെക്കുക. ഓക്കെ, ഒന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഏതാണ്? ആദ്യത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ് കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാക്ക കലേൽക്കർ കമ്മീഷൻ, അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ് BP മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ 2 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ആദ്യത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ് കാക്ക കലേൽക്കർ കമ്മീഷൻ. ഇനി രണ്ടാമത്തത് പറഞ്ഞത് രണ്ടാമത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ്, അത് BP മണ്ഡൽ കമ്മീഷനാണ്. ഇനി ഇതൊക്കെ വന്ന ഇയർ കൂടി ഓർത്തിരിക്കണം. കാക്ക കലേൽക്കർ കമ്മീഷൻ ആണെങ്കിൽ 1953 വന്നിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് 1953. ഓക്കെ, 1953
കാക്ക കലേൽക്കർ കമ്മീഷൻ വന്നത്. അതാണ് ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ഇനി രണ്ടാമത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനായ BP മണ്ഡൽ കമ്മീഷൻ വന്നത് 1978 വന്നിട്ടുണ്ടായിരുന്നത്. ആ ഇയറുകൾ കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇനി ഒരു വൺ വേർഡ് കൂടി ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഫോം ചെയ്ത ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഏതാണ്? അതിൻ്റെ ആൻസർ നെട്ടൂർ കമ്മീഷനാണ് കേട്ടോ. നെട്ടൂർ കമ്മീഷനാണ്. അത് ഫോം ചെയ്തത് 1970. ഈ 3 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒന്നുമില്ല, ആദ്യം പറഞ്ഞ എന്താണ് ഫസ്റ്റത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ കാക്ക കലേൽക്കർ കമ്മീഷൻ 1953. ഇനി രണ്ടാമത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ് BP മണ്ഡൽ കമ്മീഷൻ 1978. കേരളത്തിൽ ഫോം ചെയ്ത ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ് നെട്ടൂർ കമ്മീഷൻ 1970 ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ആ 3 വൺ വേർഡ്സ് അവിടെ നിന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടോപ്പിക്ക് വായിച്ച് നോക്കാം കേട്ടോ. അതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ആദിവാസി സ്ട്രഗിൾസ്, ആദിവാസി സമരങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 8 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 6 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത് സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാളിറ്റി ആൻഡ് റൈറ്റ്സ്, സ്ത്രീകളുടെ സമത്വത്തിനും അവകാശങ്ങൾക്കുമുള്ള സമരങ്ങൾ. ഇതും 8 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് കുറേ വൺ വേർഡ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊരു വലിയ ടോപ്പിക്കാണ് കേട്ടോ. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഇതിനകത്ത് കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, പ്രത്യേകിച്ചും കുറച്ച് വിമൻ ലീഡേഴ്സിൻ്റെ പേര്, അങ്ങനെയൊക്കെയുള്ള കുറേ നേതാക്കന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അതും പിന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്കുകളെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ഓർക്കുക. അതൊക്കെ എന്താണ് വൺ വേർഡായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് എസ്സേക്ക് വേണ്ടിയിട്ട് ചോദിക്കും. അങ്ങനെ വന്നില്ലെങ്കിലായിരിക്കും വൺ വേർഡായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം ദ സ്ട്രഗിൾസ് ഓഫ് ദ ഡിസേബിൾഡ്, ഭിന്നശേഷിക്കാരുടെ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഇതും നമുക്കൊരു ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവരുടെ ആ ഒരു റൈറ്റ്സും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ വായിച്ച് വെച്ചിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തോന്നാം ഇത് ഫുള്ളി ചാപ്റ്റർ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പം ഇതെല്ലാം കൂടി ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ റാൻഡമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, വൺ വേർഡായിട്ടോ ഷോർട്ടസ്റ്റ് ആയിട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് കുറേ എസ്സേ ടോപ്പിക്കുകൾ പറഞ്ഞു. ഇതെല്ലാം കൂടി നമുക്ക് എസ്സേക്ക് ചോദിക്കോ ഇല്ല. പക്ഷേ എസ്സേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വൺ വേർഡായിട്ടോ 2 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോകാട്ടോ. ഞാൻ ഓരോ ടോപ്പിക്കും പറഞ്ഞപ്പോൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ 6ാമത്തെ പാഠമാണ്. ഈ ഒരു ചാപ്റ്റർ കൂടി നോക്കി തീരുമ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവും കേട്ടോ. സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ, ദ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇതിനകത്ത് ആദ്യമേ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി, അതായത് സാമുദായിക സ്വത്വത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഒരു 2-3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് അതിൻ്റെ ആശയമെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിനകത്തും നമുക്ക് വരുന്ന ഒരു ഷോർട്ടസ്റ്റ് ടോപ്പിക്കാണ് റീജിയണലിസം, അതായത് പ്രാദേശികവാദം എന്ന് പറയും. അപ്പോൾ റീജിയണലിസത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ അടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വർഗീയത, അല്ലെങ്കിൽ കമ്മ്യൂണലിസം. ഇത് ഷോർട്ടസ്റ്റ് ആയിട്ട് 6 മാർക്കിന് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേം കാണാൻ പറ്റും, അതായത് അഗ്രസീവ് ചൗവിനിസം, സങ്കുചിത്വമാണ്. അതായത് നോക്കി, ഇത് അഗ്രസീവ് ചൗവിനിസം എന്ന് പറയുന്ന ആ ഒരു ടേം വെച്ചിട്ട് പലപ്പോഴും വൺ വേർഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വായിക്കാത്തവരാണെങ്കിൽ അത് ഉറപ്പായിട്ടും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ആ ഒരു സെൻറ്റൻസ് ഞാൻ ഫുള്ളി ഒന്ന് വായിക്കാം. സാധാരണ ഭാഷയിൽ വർഗീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണ ഉത്സുകമായ സങ്കുചിത്വത്തെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് അഗ്രസീവ് ചൗനിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അപ്പം മലയാളംകാരാണെങ്കിൽ ഈ ഒരു ടേം ഇത്രയാണ് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കേണ്ടത് കേട്ടോ. നോട്ട് ചെയ്തിരിക്കേണ്ടത്, കാരണം ഈ ഒരു ടേം വെച്ചിട്ടായിരിക്കും നമുക്ക് വൺ വേർഡൊക്കെ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കമ്മ്യൂണലിസത്തെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഷോർട്ടസ്റ്റ് കണക്കാക്കി നിങ്ങൾ വായിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ സെക്യുലറിസം, മതനിരപേക്ഷതയെ പറ്റി പറയുന്നുണ്ട്. ഇതും അഗെയിൻ ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതിയാവും. ഓക്കെ,
ഞാനിപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് റീജണലിസത്തെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു, കമ്മ്യൂണലിസം പറഞ്ഞു, അതുപോലെ തന്നെ സെക്യുലറിസം ആ ഒരു സംഭവം പറഞ്ഞു. ഈ 3 ടോപ്പിക്കും ഷോർട്ട് എസ്സേ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ അതിനൊക്കെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി, രാഷ്ട്രവും പൗരസമൂഹവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. ഇത് 8 മാർക്കിന് നമുക്ക് എസ്സേക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മസ്റ്റായിട്ടും, നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ പഠിക്കാൻ ടൈം കിട്ടിയില്ല, മനസ്സിലായില്ല എങ്കിലും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ എങ്കിലും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ ഇതിനകത്ത് പഠിക്കുമ്പോൾ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഒരു ഓർഗനൈസേഷൻ സിവിൽ സൊസൈറ്റി ആയിട്ട് മാറണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളതും ഇതിനകത്ത് ഒരു 2-3 പോയിൻറ്റ്സ്, ഒരു 2 പോയിൻറ്റ്സ് എന്തോ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ആ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന് വേണ്ട യോഗ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ ആയി മാറാൻ വേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അന്നേരം നമുക്കത് എഴുതാൻ പറ്റണമെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാലേ എഴുതാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചേഴ്സ് ചോദിക്കാം, ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, ആ എക്സാമ്പിൾസിനെ പറ്റിയിട്ടും ചോദിക്കാം. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 6ാമത്തെ പാഠത്തിനകത്തുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു 4, 5, 6 ചാപ്റ്റേഴ്സിൽ നിന്ന് അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യമേ എന്ത് ചെയ്യണം, പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. മാക്സിമം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യമേ നിങ്ങൾ വൃത്തിക്ക് പഠിച്ച് തീർക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോയാൽ മതി. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ദെൻ പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയേക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോരുത് കേട്ടോ. താങ്ക് യു.